ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. എല്ലാ കേന്ദ്ര അവഗണനകളെയും ചെറുത്തു തോൽപ്പിച്ച് കേരളം പട്ടിണിക്കാരില്ലാത്ത സംസ്ഥാനമാകുമെന്ന് CPIM പോളിറ്റ് ബ്യൂറോ അംഗം A. വിജയരാഘവൻ. പുതിയടത്ത് താഴം ചിറക്കുഴി റോഡ് നിർമ്മാണം വൈകുന്നതിനെതിരെ നാട്ടുകാരുടെ പ്രതിഷേധം. ചെറുവണ്ണൂരിലെ സ്വകാര്യ എഞ്ചിനീയറിംഗ് കമ്പനിക്കെതിരെ പരാതി. സിനിമാ സംഘടനകൾ കിടമത്സരം ഒഴിവാക്കി സിനിമയുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കണമെന്ന് മേയർ ഡോക്ടർ ബീന ഫിലിപ്പ്. ഞാൻ രാജശ്രീ കൃഷ്ണദാസ്. വിശദമായ വാർത്തകളിലേക്ക്. എല്ലാ കേന്ദ്ര അവഗണനകളെയും ചെറുത്തു തോൽപ്പിച്ച് കേരളം പട്ടിണിക്കാരില്ലാത്ത സംസ്ഥാനമാകുമെന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം A. വിജയരാഘവൻ. CPM ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച ആദായനികുതി ഓഫീസ് മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേന്ദ്ര അവഗണനയ്ക്കും സാമ്പത്തിക ഉപരോധത്തിനുമെതിരെ CPM ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആദായനികുതി ഓഫീസ് ഉപരോധം സംഘടിപ്പിച്ചു. CPM പോളിറ്റ് ബ്യൂറോ അംഗം A. വിജയരാഘവൻ ഉദ്ഘാടനം ചെയ്തു. വർഗീയ ശക്തികളുമായി ചേർന്ന് UDF സൃഷ്ടിക്കാനൊരുങ്ങുന്ന കൂട്ടായ്മയ്ക്ക് ഇടതുപക്ഷ അടിത്തറയെ തകർക്കാനാകില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. ഇടത് സർക്കാരിന് മൂന്നാമതും ഭരണ തുടർച്ചയ്ക്ക് തയ്യാറെടുക്കാമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കേന്ദ്രത്തിന്റെ തെറ്റായ നിലപാടുകൾക്കെതിരെ ഒറ്റക്കെട്ടായി നിൽക്കുന്നതിന് പകരം ഇടത് സർക്കാരിനെ ദുർബലപ്പെടുത്താനാണ് UDF ശ്രമമെന്നും അദ്ദേഹം ആരോപിച്ചു. തൊഴിലില്ലായ്മ രൂക്ഷമാവുകയും പണപ്പെരുപ്പ് നിരക്ക് വർദ്ധിക്കുകയും രാജ്യത്തിന്റെ വളർച്ചാ നിരക്ക് ഇടിയുകയും ചെയ്യുക എന്നുള്ള നിലയ്ക്ക് ഇന്ത്യയുടെ ദരിദ്രവൽക്കരണത്തിന്റെ അളവ് വലിയ തോതിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുക. ഇതാണ് കേന്ദ്ര നയങ്ങളുടെ ഒരു പൊതുചിത്രം. രാജ്യത്തിന്റെ വരുമാനം മേലേക്കടയിലുള്ള വലിയ മുതലാളിമാർക്ക് വീതിച്ചു കൊടുക്കുക എന്ന ജോലി മാത്രമാണ് നരേന്ദ്രമോദി നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായി നമ്മുടെ രാജ്യത്തെ മർമ്മപ്രധാനമായ മേഖലകളുടെ നിയന്ത്രണം വലിയ കോടീശ്വരന്മാർക്ക് വിധിച്ചു കൊടുത്തു. 5 കോടീശ്വരന്മാർ ഇന്ത്യ വീതിച്ചെടുക്കുകയാണ്. ലോകത്തിന്റെ അപൂർവമായ ഒരു സംഭവമാണിത്. പ്രതിഷേധ പരിപാടിയിൽ P. മോഹനൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി M. മെഹബൂബ്, KK ലതിക, A. പ്രദീപ് കുമാർ എന്നിവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. പുതിയടത്ത് താഴം ചിറക്കുഴി റോഡ് നിർമ്മാണം വൈകുന്നതിനെതിരെ നാട്ടുകാരുടെ പ്രതിഷേധം. കലക്ടറേറ്റിലേക്ക് ബഹുജന മാർച്ചിൽ അണിനിരന്ന പ്രവർത്തകർ നിലത്ത് കിടന്ന് പ്രതിഷേധിച്ചു. റോഡിനെ ഒത്തുകളിച്ചു തകർക്കരുത്. പുതിയടത്ത് താഴം ചിറക്കുഴി റോഡിന്റെ പണി തുടങ്ങാത്തതിൽ പ്രതിഷേധിച്ച് കളക്ടറേറ്റിലേക്ക് ബഹുജന മാർച്ച് നടത്തി. മാർച്ചിൽ പങ്കെടുത്തവർ പ്രതിഷേധ സൂചകമായി പായ വിരിച്ചു കിടന്ന് പ്രതിഷേധിച്ചു. പൊടിശല്യം മൂലം പുറത്തിറങ്ങി നടക്കാനും വീട്ടിൽ കിടക്കാനും പറ്റാത്ത സാഹചര്യം ഇല്ലാത്തതിനാലാണ് വേറിട്ട പ്രതിഷേധം സംഘടിപ്പിച്ചത്. പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ P. സുരേഷ് കുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. പരിപാടിയിൽ P. K. സോമൻ, P. നന്ദകുമാർ, രാജൻ, K. ജീജാബായി, ശരത് എന്നിവർ സംസാരിച്ചു. പവിത്രൻ അധ്യക്ഷത വഹിച്ചു. വളരെ നല്ല രീതിയിലുള്ള ഒരു അവസ്ഥയിലേക്ക് ടാറിംഗ് എല്ലാം കഴിഞ്ഞ് നല്ല രീതിയിൽ പുതിയടത്ത് താഴം മുതൽ ചിറക്കുഴി വരെ സഞ്ചരിക്കാവുന്ന രീതിയിലേക്ക് എത്തിയതാണ്. ആ സമയത്താണ് പ്രധാനമന്ത്രി സടക്ക് യോജന പദ്ധതി പ്രകാരം നമ്മുടെ റോഡിനെ
ഗവൺമെന്റ് ഏറ്റെടുത്തത്. നമ്മളെല്ലാം വളരെയധികം സന്തോഷിച്ചു, വളരെയധികം ആഹ്ലാദിച്ചു. ഇപ്പോൾ നിലവിലുള്ള അതിനേക്കാൾ നല്ലൊരു റോഡ് നമ്മുടെ നാട്ടിൽ വന്നു ചേരുമെന്ന് നമ്മൾ ആഗ്രഹിച്ചു. എന്നാൽ അതിനെല്ലാം ഘടകവിരുദ്ധമായിക്കൊണ്ട് നമ്മളെല്ലാം ബുദ്ധിമുട്ടിച്ചുകൊണ്ട് നമ്മളെല്ലാം രോഗാതുരമാക്കുന്ന രീതിയിലുള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ റോഡിനെ എത്തിച്ചിരിക്കുന്ന കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ചെറുവണ്ണൂരിലെ സ്വകാര്യ എഞ്ചിനീയറിംഗ് കമ്പനിക്കെതിരെ പരാതി. കമ്പനിയിൽ നിന്നും ശബ്ദമലിനീകരണവും പരിസര മലിനീകരണവും ഉണ്ടാകുന്നുവെന്ന് ആരോപിച്ച് സമീപവാസി ഉള്ളാട്ടുതൊടി സനീഷാണ് പരാതി നൽകിയത്. 2024 ഒരു ഓർഡർ കിട്ടിയപ്പോൾ അതിൽ ലൈസൻസ് ഉണ്ടെങ്കിൽ പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഉള്ളത്. ഈ ലൈസൻസ് ഇല്ലാതെയാണ് ഇപ്പോൾ ഇവർ കിട്ടിയതിൻ്റെ ശേഷം ഇങ്ങനെ തുടങ്ങിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചത് ഇവരെ വീട്ടിൽ വർക്കോ കാര്യങ്ങളോ ആണെന്നുള്ള കണക്കാണ് എൻ്റെ മനസ്സിലുണ്ടായത്. പക്ഷെ പിന്നെയാണ് മെഷീൻ്റെ ഒച്ചകളും കാര്യങ്ങളും വന്നപ്പോൾ ഞാൻ നേരെ കോർപ്പറേഷനിൽ പോയി വിവരം കൊടുത്തു. കോർപ്പറേഷൻ ആൾക്കാർ വന്നിട്ട് ഇതേ ലെവലിൽ വന്ന് നോക്കുമ്പോൾ പണി നടന്നുകൊടുക്കുകയാണ്. അവർ ഫോട്ടോ എടുത്ത് ലൈസൻസ് കാര്യങ്ങളായിട്ട് പിറ്റേന്ന് ചെല്ലാൻ പറഞ്ഞിട്ട് അവർ ചെന്നിട്ടില്ല. ഇതുവരെയായിട്ട് കോർപ്പറേഷനിൽ പോയില്ല. അപ്പോൾ എന്ത് വെച്ചെങ്കിൽ കോടതിയും കോർപ്പറേഷനും എല്ലാവരും ധിക്കരിച്ച് ഇഞ്ചക്ഷൻ ഓർഡർ ഉള്ള ടൈമിന് തന്നെ ഇവർ 5-8 ദിവസം ഇവർ ഇഞ്ചക്ഷൻ ഓർഡർ കിട്ടിയിട്ട് ഇവർ ധിക്കരിച്ച് പണിയെടുക്കുക. അതിന് തെളിവുണ്ട്, എല്ലാ കാര്യങ്ങളുണ്ട്, ഫോട്ടോ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് ഞങ്ങൾ. പരിസര മലിനീകരണവും ശബ്ദ മലിനീകരണവും ഉണ്ടാക്കുന്നുണ്ടെന്നാരോപിച്ച് ചെറുവണ്ണൂരിലെ സ്വകാര്യ എഞ്ചിനീയറിംഗ് കമ്പനിക്കെതിരെ പരാതിയുമായി സമീപവാസി. ചെറുവണ്ണൂർ ഉള്ളാട്ടുതൊടി സനീഷാണ് പരാതിക്കാരൻ. ദീപ്തി എഞ്ചിനീയറിംഗ് വർക്ക് എന്ന സ്ഥാപനത്തിനെതിരെയാണ് പരാതി നൽകിയത്. നിലവിൽ ഈ സ്ഥാപനത്തിന് നഗരസഭയുടെ ലൈസൻസോ മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ അനുമതിയോ ഇല്ലെന്നും സനീഷ് ആരോപിക്കുന്നു. നേരത്തെ സ്ഥാപന ഉടമയും സംഘവും ചേർന്ന് തന്റെ ഭാര്യയെ മർദ്ദിച്ചതായും അദ്ദേഹം പരാതിയിൽ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ഫറൂഖ്. സിനിമാ സംഘടനകൾ കിടമത്സരം ഒഴിവാക്കി സിനിമയുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കണമെന്ന് മേയർ ഡോക്ടർ ബീന ഫിലിപ്പ് മലയാള ചലച്ചിത്ര കാണികൾ സംഘടിപ്പിച്ച കുതിരവട്ടം പപ്പു അനുസ്മരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മേയർ. പ്രേക്ഷക മനസ്സിൽ മായാതെ ഇടം പിടിച്ച അതുല്യ പ്രതിഭ കുതിരവട്ടം പപ്പുവിന്റെ 25ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് മലയാള ചലച്ചിത്ര കാണികൾ മക്കൾ സംഘടന അനുസ്മരണ സമ്മേളനവും പുരസ്കാര സമർപ്പണവും സംഘടിപ്പിച്ചു. മേയർ ഡോക്ടർ ബീന ഫിലിപ്പ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. സിനിമാ സംഘടനകൾ കിടമത്സരം ഒഴിവാക്കി മലയാള സിനിമയുടെ ഉന്നമനത്തിനായി യോജിച്ച് പ്രവർത്തിക്കണമെന്ന് മേയർ ആവശ്യപ്പെട്ടു. ഒരു വടക്കൻ വീരഗാഥ ആധുനിക സാങ്കേതിക വിദ്യയോടെ കാണികൾക്ക് മുന്നിലെത്തിച്ച ഗൃഹലക്ഷ്മി പ്രൊഡക്ഷൻസ് എസ് ക്യൂബ് ഫിലിംസ് ഉടമ ഷെറിൻ ഗംഗാധരൻ കുതിരവട്ടം പപ്പു സ്മാരക പുരസ്കാരം മേയറിൽ നിന്നും ഏറ്റുവാങ്ങി. വടക്കൻ വീരഗാഥയിൽ അഭിനയിച്ച ഡോക്ടർ റോഷൻ ബിജ്ലിക്ക് മാതൃഭൂമി മാനേജിംഗ് എഡിറ്റർ PV ചന്ദ്രൻ ഉപഹാരം നൽകി. ചടങ്ങിൽ ഡോക്ടർ K മൊയ്തു അധ്യക്ഷത വഹിച്ചു. PVജിയുടെ ഫോട്ടോ ടൗൺഹാളിൽ സ്ഥാപിക്കണമെന്ന് മലയാള ചലച്ചിത്ര കാണികൾ പ്രസിഡന്റ് C ചാക്കുണ്ണി ആവശ്യപ്പെട്ടു. പരിപാടിയിൽ മുതിർന്ന മാധ്യമ പ്രവർത്തകനായ നവാസ് പൂനൂർ, മക്കൾ ജനറൽ സെക്രട്ടറി PI അജയൻ, A ശിവശങ്കരൻ, PR നാഥൻ, വിൽസൺ സാമുവൽ, ബാബു പറശ്ശേരി, കമാൽ വരദൂർ, പ്രൊഫസർ ഫിലിപ്പ് K ആന്റണി, സംവിധായകൻ KP സുനിൽ, CMA പ്രസിഡന്റ് K ആനന്ദമണി, അഭിനേതാവ് ഇല്ലിക്കെട്ട് നമ്പൂതിരി, KC മാത്യു മൂലേപ്പാട്ട് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഇനി ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ബോബി ചെമ്മനൂർ ഇന്റർനാഷണൽ ജുവലർ. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ.
വാർത്തകൾ തുടരുന്നു. ബേപ്പൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നാഷണൽ സർവീസ് സ്കീമിന്റെ നേതൃത്വത്തിൽ തരദിനം ചിത്രഭിത്തി ഒരുക്കി. NSS ചേളാരി ക്ലസ്റ്റർ കൺവീനർ സിനു PK ഉദ്ഘാടനം ചെയ്തു. GHSS ബേപ്പൂർ, NSS തനതിടം വാൾ, NSS ചേളാരി ക്ലസ്റ്റർ കൺവീനർ സിനു PK ഉദ്ഘാടനം ചെയ്തു. NSS ബേപ്പൂർ ക്ലസ്റ്റർ കൺവീനർ സന്തോഷ് കുമാർ KV, പ്രിൻസിപ്പൽ ബാബു CP, HM PT ഷാജി, PTA പ്രസിഡന്റ് TP മനോജ്, സ്റ്റാഫ് സെക്രട്ടറി ബിലിഷ, NSS പ്രോഗ്രാം ഓഫീസർ നസീമ PT തുടങ്ങിയവർ പങ്കെടുത്തു. എന്റെ ഏറ്റവും വലിയൊരു ഈ അക്കാഡമിക് ഇയറിലെ ഏറ്റവും വലിയൊരു ഡ്രീമായിരുന്നു ഈ അക്കാഡമിക് ഇയർ ലാസ്റ്റ് ഇങ്ങനെ ഒരു സംഭവം ചെയ്യണം എന്നുള്ളത്. പ്രത്യേകിച്ചും ഈ സ്കൂളിലെ മൊത്തം കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ ചെയ്തത്. ഭരണഘടനയുടെ ആമുഖവും അതുപോലെ തന്നെ ഫ്രീഡം വാളും ഒക്കെ. അത് മാത്രമല്ല മോട്ടിവേഷൻ വചനങ്ങൾ. ഞാൻ പല സ്കൂളിലും കയറി ചെല്ലുമ്പോൾ ലഹരി അങ്ങനെയുള്ള ചിത്രങ്ങളൊക്കെയാണ് കാണാൻ പറ്റുക, ലഹരിക്കെതിരെയുള്ള ചിത്രങ്ങളൊക്കെ. അപ്പോൾ കുട്ടികളിൽ ഞാൻ എപ്പോഴും വിചാരിക്കുന്നത് അങ്ങനെയല്ലാത്തൊരു ചിത്രം നമ്മുടെ ഈ വാളിൽ വേണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ ഒരു ഫലമായിട്ടാണ് ഞങ്ങൾ ഇത്തരം ചിത്രങ്ങളൊക്കെ ഇവിടെ വരച്ചിട്ടുള്ളത്, കുട്ടികൾക്ക് പ്രചോദനമാവാൻ വേണ്ടിയിട്ട്. ഫ്രീഡം വാൾ കുട്ടികൾക്കും മുതിർന്നവർക്കും ഏത് പ്രതിസന്ധിയിലും കരുത്തേകുന്ന മോട്ടിവേഷൻ വചനങ്ങൾ ഉൾപ്പെടെ കാഴ്ചക്കാർക്ക് ആകർഷകമാക്കുകയാണ്. ബേപ്പൂരിലെ ടീം NSS പ്രോഗ്രാം ഓഫീസറും മോട്ടിവേഷൻ സ്പീക്കറുമായ നസീമ ടീച്ചറുടെ മേൽനോട്ടത്തിൽ നിർമ്മിച്ച ഈ ചിത്രഭിത്തി. ന്യൂസ് ബ്യൂറോ, ബേപ്പൂർ. കേന്ദ്ര സർക്കാർ അവഗണനയ്ക്കെതിരെ CPIM പ്രതിഷേധം. 5 ദിവസങ്ങളിലായി നടത്തിയ കാൽനട പ്രചരണ ജാഥകൾ ഫറൂഖ് ടൗണിൽ സമാപിച്ചു. സമാപന പൊതുയോഗം ജില്ലാ കമ്മിറ്റി അംഗം AM റഷീദ് ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സർക്കാരിന്റെ കേരളത്തോടുള്ള അവഗണനയ്ക്കെതിരെയും രാജ്യത്തെ വിദ്യാഭ്യാസ മേഖലയെ കാവ്യവൽക്കരിക്കാനുള്ള നീക്കത്തിനെതിരെയും CPIM ഫറോക്ക് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാൽനട പ്രചരണ ജാഥ നടത്തി. 5 ദിവസങ്ങളിലായി 5 മേഖലകളിലെ 23 ലോക്കലുകളിൽ സഞ്ചരിച്ച ജാഥ ഫറോക്ക് ടൗണിൽ സമാപിച്ചു. ഫറോക്ക് ഏരിയ കമ്മിറ്റി സെക്രട്ടറി T രാധാഗോപി ആയിരുന്നു ജാഥ ക്യാപ്റ്റൻ. ഫറോക്കിൽ നടന്ന സമാപന പൊതുയോഗം ജില്ലാ കമ്മിറ്റി അംഗം AM റഷീദ് ഉദ്ഘാടനം ചെയ്തു. കർഷകരുടെ പ്രക്ഷോഭങ്ങൾ, തൊഴിലാളികളുടെ പ്രക്ഷോഭങ്ങൾ, ട്രേഡ് യൂണിയൻ പ്രക്ഷോഭങ്ങൾ, വിദ്യാർത്ഥി യുവജന പ്രക്ഷോഭങ്ങൾ, ചെറുതും വലുതുമായ ലക്ഷക്കണക്കിന് സമരമുഖങ്ങളുടെ പോർമുഖങ്ങൾ തുറന്നുകൊണ്ടാണ് കഴിഞ്ഞകാല ഇന്ത്യ കടന്നുപോയത്. അതിന്റെ അവസാനം എന്ന നിലക്ക് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 303 സീറ്റ് താമര ചിഹ്നത്തിൽ ജയിച്ച് ഒറ്റയ്ക്ക് കയ്യിലുള്ള, ബാക്കി ഘടകകക്ഷികളുടെ കൂടി പിന്തുണയുള്ള BJP ആണ് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ 400 സീറ്റ് നേടി ഞങ്ങൾ രാജ്യം പിടിക്കും എന്ന് പ്രഖ്യാപിച്ചു. ആ തെരഞ്ഞെടുപ്പിൽ കയ്യിലുള്ള 303 സീറ്റ് 240 കുറഞ്ഞു. കേവല ഭൂരിപക്ഷം BJPക്ക് നഷ്ടപ്പെട്ടു. BJPയോടൊപ്പം നിൽക്കുന്ന സഖ്യകക്ഷികൾക്കും പിന്തുണ നഷ്ടപ്പെടുന്ന സാഹചര്യങ്ങളുണ്ട്. രാജ്യത്ത് അവർ സ്വീകരിച്ചു വരുന്ന സാമ്പത്തിക നയങ്ങൾ, ഭരണ നയങ്ങളാണ് BJPക്ക് പോലും തിരിച്ചടി ഉണ്ടാക്കി എന്ന് അവർക്കും അറിയാം. പക്ഷെ എങ്കിലും അവർ ഫാസിസത്തിന്റെ കുന്തമുനകൾ രാജ്യത്തിനകത്ത് കൂടുതൽ ശക്തമായി പ്രയോഗിച്ചു വരികയും. ജില്ലാ കമ്മിറ്റി അംഗം M ഗിരീഷ്, ജാഥ വൈസ് ലീഡർ വാഴയിൽ ബാലകൃഷ്ണൻ, പൈലറ്റ് U സുധർമ്മ, മാനേജർ ബാദുഷ കടലുണ്ടി, K രാജീവ്, IP മുഹമ്മദ്, K ജയപ്രകാശ്, LU അബിത്ത്, OR മധു തുടങ്ങിയവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഫറൂഖ്. നിർധന വൃക്കരോഗികളുടെ ആശ്രയ കേന്ദ്രമായ കോഴിക്കോട് ഹാൽസിയോൺ ചാരിറ്റബിൾ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ മെഡിക്കൽ ലാബ് നാടിന് സമർപ്പിച്ചു. ട്രസ്റ്റിന്റെ 10ാം വാർഷികത്തോടനുബന്ധിച്ചായിരുന്നു ആധുനിക സൗകര്യങ്ങളോടെയുള്ള ലാബ് ആരംഭിച്ചത്. കഴിഞ്ഞ 10 വർഷമായി നിർധനരായ വൃക്കരോഗികളുടെ ആശാകേന്ദ്രമാണ് PT അബ്ദുൽ കരീം മെമ്മോറിയൽ ഹാൽസിയോൺ ഡയാലിസിസ് സെന്റർ. ഓരോ 2 ദിവസങ്ങളിലും 6 ബാച്ചുകളിലായി 80 വീതം ആളുകൾക്ക് ഡയാലിസിസ് ചെയ്യുന്നുണ്ട്. 10ാം വാർഷികത്തിൽ ട്രസ്റ്റ് നടപ്പിലാക്കിയ ആധുനിക സൗകര്യങ്ങളോടെയുള്ള മെഡിക്കൽ ലാബ് PK ഗ്രൂപ്പ് ചെയർമാൻ PK അഹമ്മദും മലബാർ ഗ്രൂപ്പ് ഓഫ് കമ്പനി ചെയർമാൻ MP അഹമ്മദും സംയുക്തമായി ഉദ്ഘാടനം ചെയ്തു. ഫ്രാൻസിസ് റോഡ് ന്യൂ കാസിൽ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ഹാൽസിയോൺ ചെയർമാൻ CA ആലിക്കോയ അധ്യക്ഷത വഹിച്ചു. ഡെപ്യൂട്ടി മേയർ CP മുസാഫർ അഹമ്മദ് മുഖ്യപ്രഭാഷണം നടത്തി.
റെസിഡൻസ് അസോസിയേഷനുകൾക്കുള്ള വൃക്ക ലിവർ രോഗനിർണയ ക്യാമ്പിന്റെ പ്രഖ്യാപനം പാരിസൺസ് ഗ്രൂപ്പ് ചെയർമാൻ NK മുഹമ്മദ് അലി നിർവഹിച്ചു. AK നിഷാദ്, O അഷർ, KP നൂറുദ്ദീൻ, അബ്ദുൽ ജലീൽ ഇടത്തിൽ, CBV സിദ്ദിഖ്, PT കുഞ്ഞമ്മദ് കോയ തുടങ്ങിയവർ സംസാരിച്ചു. വൃക്ക രോഗികളില്ലാത്ത ലോകമെന്ന ആശയം ലക്ഷ്യമിട്ട് അതിനൂതനമായ ജർമ്മൻ കമ്പനി മെഷീനുകളോടെ ആരംഭിച്ച ലാബിൽ എല്ലാവിധ പരിശോധനകളും കുറഞ്ഞ ചെലവിൽ ജനങ്ങൾക്ക് ലഭ്യമാക്കുകയാണ് ട്രസ്റ്റ്. കുണ്ടുങ്ങലിൽ ഹാൽസിയോൺ ട്രസ്റ്റ് ഓഫീസിനോട് ചേർന്നാണ് ലാബും ഡയാലിസിസ് സെന്ററും പ്രവർത്തിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഇനി മറ്റൊരിടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ബോബി ചെമ്മനൂർ ഇന്റർനാഷണൽ ജുവലർ. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. പാലങ്ങാട് MES സെൻട്രൽ സ്കൂളിന്റെ 23ാമത് വാർഷിക ആഘോഷം വിവിധ പരിപാടികളോടെ നടന്നു. ചടങ്ങിൽ മോണ്ടിസറി കെട്ടിടത്തിന്റെ പുതിയ ബ്ലോക്ക് സമർപ്പിച്ചു. പരിപാടികൾ മന്ത്രി PA മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു. പാലങ്ങാട് MES സെൻട്രൽ സ്കൂൾ 23ാമത് വാർഷികാഘോഷവും മോണ്ടിസോറി കെട്ടിടത്തിന്റെ 2ാമത്തെ ബ്ലോക്കിന്റെ ഉദ്ഘാടനവും മന്ത്രി PA മുഹമ്മദ് റിയാസ് നിർവഹിച്ചു. കലാപരിപാടികളുടെ ഉദ്ഘാടനം KE ബൈജു IPS നിർവഹിച്ചു. PTA പ്രസിഡന്റ് റാഷിദ് അമീൻ MK അധ്യക്ഷനായിരുന്നു. നരുക്കുനി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജൌഹർ പൂമംഗലം, ചേളന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷിഹാന രാരപ്പങ്കണ്ടി, വാർഡ് അംഗം T രാജു, സ്കൂൾ സെക്രട്ടറി നാസർ പാലങ്ങാട്, പ്രിൻസിപ്പൽ വിത രത്നാകരൻ തുടങ്ങിയവർ സംസാരിച്ചു. മോണ്ടിസോറി സ്കൂൾ പ്രവർത്തനങ്ങളിൽ ദീർഘകാലം സ്തുത്യർഹമായ സേവനമനുഷ്ഠിച്ച അധ്യാപികമാരെ ആദരിച്ചു. സ്കൂൾ ചെയർമാൻ MR ആലിക്കോയ, സ്റ്റാഫ് സെക്രട്ടറി ശോഭ V തുടങ്ങിയവർ നേതൃത്വം നൽകി. പ്രശസ്ത ഗായിക തീർത്ഥ സുരേഷ് മുഖ്യാതിഥിയായി പങ്കെടുത്ത ഗാനമേളയും കുട്ടികളുടെ കലാപരിപാടികളും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, നരുക്കുനി. പുതിയ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ കീഴിൽ ക്രെഡിറ്റ് ഫ്രെയിംവർക്ക് നടപ്പാക്കുന്നതിനായി മൈ ക്രെഡിറ്റ് IT പ്രോജക്റ്റുമായി GTech കോഴിക്കോട്ട് നടന്ന ചടങ്ങിൽ ഇത് സംബന്ധിച്ച രേഖകൾ മെഹറൂഫ് മണലൊടിയും പ്രവേശ് ദുദാനിയും കൈമാറി. മൈക്രോ ക്രെഡൻഷ്യലുകളും സ്കിൽ ക്വാളിഫിക്കേഷനുകളും അക്കാഡമിക് ക്രെഡിറ്റുകളുമായി യോജിപ്പിച്ച് NEP മാനദണ്ഡമനുസരിച്ച് വിദ്യാർത്ഥികൾക്ക് ക്രെഡിറ്റ് സിസ്റ്റത്തിലൂടെ ഷോർട്ട് ടേം കോഴ്സുകൾക്ക് സ്കിൽ സർട്ടിഫിക്കേഷനുകൾ ലഭ്യമാക്കുകയാണ് മൈ ക്രെഡിറ്റ്സ് എന്ന പദ്ധതിയുടെ ലക്ഷ്യം. പ്രമുഖ സ്കിൽസ് ഇന്റഗ്രേറ്റഡ് യൂണിവേഴ്സിറ്റിയായ മേധാവി സ്കിൽസ് യൂണിവേഴ്സിറ്റിയുമായി സഹകരിച്ചാണ് GTech മൈ ക്രെഡിറ്റ്സ് എന്ന പദ്ധതിയുടെ ധാരണാപത്രം ഒപ്പുവെക്കുന്നത്. സ്കിൽ യൂണിവേഴ്സിറ്റി ഫൗണ്ടറും ചാൻസലറുമായ പ്രവേശ് ദുദാനിയും GTechന്റെ ഫൗണ്ടർ ചെയർമാൻ മെഹറൂഫ് മണലൊടിയും തമ്മിൽ ഡോക്യുമെന്റുകൾ ഔദ്യോഗികമായി കൈമാറി. ചടങ്ങിൽ മേധാവി സ്കിൽസ് യൂണിവേഴ്സിറ്റി വൈസ് പ്രസിഡന്റ് ഡോക്ടർ സജീവ് കുമാർ S, അവാർഡിംഗ് ബോഡി ഡയറക്ടർ മൊഹസിൻ തഹസിൽദാർ എന്നിവരുൾപ്പെടെ യൂണിവേഴ്സിറ്റി പ്രതിനിധികളും സ്റ്റേക്ക് ഹോൾഡർമാരും സന്നിഹിതരായി. കുട്ടികളിൽ സ്കില്ലിന്റെ ആവശ്യകതയെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുകയാണ് പ്രൊജക്ടിന്റെ ലക്ഷ്യമെന്നും സംഘാടകർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കോഴിക്കോട് ജന്നത്തുൽ ഫിർദൌസ് ടൂർസ് ആൻഡ് ട്രാവൽസിന്റെ നേതൃത്വത്തിൽ ഏർപ്പെടുത്തിയ ആദ്യ ഉംറ യാത്ര സംഘത്തിന് സ്വീകരണം നൽകി. മാനേജിംഗ് ഡയറക്ടർ തൻവീർ ഖ്വാജയുടെ നേതൃത്വത്തിൽ നടന്ന ചടങ്ങിലായിരുന്നു സ്വീകരണം. ജന്നത്തുൽ ഫിർദൌസ് ടൂർസ് ആൻഡ് ട്രാവൽസിന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് നിന്നും ഉംറയ്ക്ക് പോയി മടങ്ങിയെത്തിയ 36 അംഗങ്ങൾ ഉൾപ്പെട്ട ആദ്യ യാത്രാ സംഘത്തെ കരിപ്പൂർ വിമാനത്താവളത്തിൽ മാനേജിംഗ് ഡയറക്ടർ തൻവീർ ഖ്വാജയുടെ നേതൃത്വത്തിൽ സ്വീകരിച്ചു. തുടർന്ന് ഹോട്ടൽ ഗ്രാൻഡിൽ വിപുലമായ സ്വീകരണം ഒരുക്കി. ചടങ്ങിൽ ജന്നത്തുൽ ഫിർദൌസ് ടൂർസ് ആൻഡ് ട്രാവൽസ് മാനേജിംഗ് ഡയറക്ടർ തൻവീർ ഖ്വാജ അധ്യക്ഷനായി. പ്രശസ്ത മതപ്രഭാഷകൻ അൻസാർ നന്മണ്ട മുഖ്യാതിഥിയായി. പ്രിയപ്പെട്ടവരെ, ഏത് നിമിഷവും തിരിച്ചുള്ളൊരു യാത്രക്കൊരുങ്ങി സ്വന്തം ജീവിതത്തെ ഏറ്റവും മനോഹരമാക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട്.
ജിടെക് CMD മെഹറൂഫ് മണലുടി, കർണാടക തൊഴിൽ വിദ്യാഭ്യാസ ഉപദേശക സമിതി അംഗം SP ഭാഷ, സന്നാഫ് പാലക്കണ്ടി എന്നിവർ വിശിഷ്ടാതിഥികളായി. യാത്രാസംഘത്തിന്റെ നേതൃത്വത്തിൽ തൻവീർ ഖ്വാജയ്ക്ക് ഉപഹാരം സമ്മാനിച്ചു. ആദ്യ ഉംറ സംഘത്തിലെ എല്ലാവർക്കും ട്രാവൽസിന്റെ ഉപഹാരവും നൽകി. കുറഞ്ഞ ചെലവിൽ ഉംറ നിർവഹിക്കാൻ അവസരം നൽകിയ ജനത്തുൽ ഫിർദൌസ് MD തൻവീർ ഖ്വാജയോട് യാത്രാസംഘങ്ങൾ നന്ദി വാക്കുകൾ പങ്കുവച്ചു. ലാഭമുണ്ടാക്കുകയല്ല, പുണ്യകർമ്മമായാണ് ഇത് കാണുന്നതെന്ന് തൻവീർ ഖ്വാജ പറഞ്ഞു. With lots of expectation. It is not just to make money. It is not just to make name, fame. Here we have come to give service of all Keralites. അടുത്ത ഉംറ ബാച്ച് ഏപ്രിൽ 15 യാത്ര തിരിക്കും. 75,000 രൂപയാണ് യാത്രാ ചെലവ്. ബുക്കിംഗ് ആരംഭിച്ചു. ഫോൺ 7996 678666 7966 678668 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. മലബാറിലെ ജനങ്ങളുടെ ആശ്രയമായ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് വിമൻ ഇന്ത്യ മൂവ്മെന്റ് കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആശുപത്രി പരിസരത്ത് ധർണ സംഘടിപ്പിക്കുന്നു. ഫെബ്രുവരി 27 രാവിലെ മുതൽ വൈകിട്ട് വരെയാണ് ധർണ നടക്കുക. ധർണ SDPI കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് മുസ്തഫ കൊമേരി ഉദ്ഘാടനം ചെയ്യുമെന്ന് വിമൻ ഇന്ത്യ മൂവ്മെന്റ് ജില്ലാ പ്രസിഡന്റ് റംഷീന ജലീൽ, ജില്ലാ ജനറൽ സെക്രട്ടറി ഷബ്ന TP തുടങ്ങിയവർ അറിയിച്ചു. 100 ഔട്ട്ലെറ്റ് സെലിബ്രേഷന്റെ ഭാഗമായി ഡിസ്കണക്ട് ടു റീകണക്ട് എന്ന ക്യാമ്പയിൻ കൊക്കോ കൂപ്പ അവതരിപ്പിക്കുന്നു. സ്ക്രീനുകൾക്കപ്പുറം ജീവിതത്തോട് കൂടുതൽ ബന്ധപ്പെടാൻ ഈ ക്യാമ്പയിൻ പ്രോത്സാഹിപ്പിക്കുമെന്ന് കൊക്കോ കൂപ്പ സാരഥികൾ പറഞ്ഞു. ആഘോഷത്തിന്റെ ഭാഗമായി ബിസിനസ് മീറ്റ്, ഫ്രീ മീൽ ഡ്രൈവ്, ഫുഡ് ഫെസ്റ്റ്, മ്യൂസിക് നൈറ്റ് എന്നിവയും സംഘടിപ്പിക്കും. ഡിസ്കണക്ട് ടു റീകണക്ട് എന്ന ക്യാമ്പയിൻ പന്നിയങ്കര ഔട്ട്ലെറ്റിൽ 3 മണി മുതൽ 6 മണി വരെയാണ് നടക്കുകയെന്ന് മാനേജിംഗ് ഡയറക്ടർ റഫീഖ് കേളൌട്ട്, സോഷ്യൽ മീഡിയ എക്സ്ക്ലൂസീവ് റിൻഷാദ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. എല്ലാ കേന്ദ്ര അവഗണനകളെയും ചെറുത്തു തോൽപ്പിച്ച് കേരളം പട്ടിണിക്കാരില്ലാത്ത സംസ്ഥാനമാകുമെന്ന് CPIM പോളിറ്റ് ബ്യൂറോ അംഗം A. വിജയരാഘവൻ. പുതിയടത്ത് താഴം ചിറക്കുഴി റോഡ് നിർമ്മാണം വൈകുന്നതിനെതിരെ നാട്ടുകാരുടെ പ്രതിഷേധം. ചെറുവണ്ണൂരിലെ സ്വകാര്യ എഞ്ചിനീയറിംഗ് കമ്പനിക്കെതിരെ പരാതി. സിനിമാ സംഘടനകൾ കിടമത്സരം ഒഴിവാക്കി സിനിമയുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കണമെന്ന് മേയർ ഡോക്ടർ ബീന ഫിലിപ്പ്. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.